വിശദമായ വാർത്തകൾ നോക്കാം. ആത്മരിയുടെ ജീവനായി കൈകോർത്ത് നാട്. ഹൃദയാഘാതമുണ്ടായ 17 വയസ്സുകാരിയെ കട്ടപ്പനയിൽ നിന്ന് അതിവേഗം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 11:37 കട്ടപ്പനയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് 2:17 ആശുപത്രിയിലെത്തി. 132 കിലോമീറ്റർ ദൂരം 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ടാണ് എത്തിയത്. പോലീസ് അകമ്പടിയിലായിരുന്നു യാത്ര. ഇപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയത്തിലേക്ക് ഈ ന്യൂറോ സംബന്ധമായ കാര്യം ഒരു സെക്കൻഡ് മാറിക്കൊടുത്ത് ന്യൂറോ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ന്യൂറോളജി വിഭാഗം പ്രൊഫസർ ഇപ്പം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആദ്യം എഴുതി ന്യൂറോയ്ക്ക് റെഫർ ചെയ്തിരുന്നു. അപ്പം അത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം വന്ന ടൈമും ബ്രെയിനിന് വന്നിട്ടുള്ള ഡാമേജസ് അവർക്ക് നന്നായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 72 hours എങ്കിലും എടുക്കും. അത് സംബന്ധിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ പറയാൻ സാധിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് എത്തിച്ചു എന്നുള്ളൊരു ആശ്വാസമാണ് ഡോക്ടറും ഇപ്പോൾ ഞങ്ങളോട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഞാൻ അവിടുന്ന് പോരുമ്പോൾ അവിടുത്തെ ജിഗ്ഗുസ്വാമി ഇതിനാണ് സ്വാമിയെ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ഓർഗനൈസ് ചെയ്തത്. കണ്ടൊരു പ്രത്യേകത അദ്ദേഹം ഇടയ്ക്ക് ഞങ്ങളെ വിളിച്ച് ഈ കാര്യം അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് നന്ദിപൂർവ്വ ഈ സമയത്താണ് ഓർക്കുന്നത്. സംഭവത്തിന് ശേഷം ഇത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനുഷ്യസാധ്യമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നല്ല വാർത്തകൾ തന്നെയായിരിക്കും തുടർന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിലും ഡോക്ടർ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. വെന്റിലേറ്ററിൻ്റെ സഹായമുണ്ട്. അത് ഘട്ടം ഘട്ടമായി മാറ്റുമ്പോഴും ന്യൂറോ സംബന്ധമായ കാര്യങ്ങളുടെയും കൂടി പരിശോധന ഇതിനോടനുബന്ധമായി തന്നെ നടക്കേണ്ടതായിട്ടുണ്ട്. അതിന് അല്പതാമസവും സാവകാശവും ഉണ്ടായേക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതാണെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് ആൻമരിയയെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ആശ്വാസകരമായ കാര്യം. ആംബുലൻസ് ഓടിച്ച ഡ്രൈവറും അതുപോലെ തന്നെ പോലീസും ജനങ്ങളുടെ നല്ല സഹകരണവും. ഇന്ന് അത്യപൂർവമായി കാണുന്നൊരു പ്രശ്നം പ്രവേശനോത്സവമായിരുന്നുകൊണ്ട് എല്ലാ സ്ഥലത്തും കുട്ടികളെ സ്കൂളിൽ വിട്ട് തിരിച്ചു വരുന്ന മടങ്ങി വരുന്ന വണ്ടികളെല്ലാം ധാരാളം ഉണ്ടായിരുന്നൊരു ദിവസവും കൂടിയാണ്. എങ്കിൽ പോലും ഇടുക്കിയിൽ നിന്ന് 2 മണിക്കൂർ 40 മിനിറ്റിന് ഇവിടെ ഒരു വണ്ടി എത്തിച്ചേർന്നു എന്നുള്ളത് പബ്ലിക്കിൻ്റെ നല്ലൊരു സഹകരണം. അവരോട് എങ്ങനെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതൊരു ചെറിയ കാര്യമല്ല. ഒരു വലിയ തോതിൽ മനസ്സിനെ അങ്ങേയറ്റം ചിന്തിപ്പിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ആ നിലയിൽ സുഖമായി ഈ ആശുപത്രിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് ഡോക്ടറോട് ഇത്തരം കാര്യം ഷെയർ ചെയ്തപ്പോഴും പ്രാഥമികമായി മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ന്യൂറോ സംബന്ധമായ കാര്യങ്ങളുടെ പരിശോധനകൾ തുടർന്ന് വരുന്നതേ ഉള്ളൂ. അതിനൊക്കെയുള്ള കാര്യങ്ങളും പരിശോധനാ രീതികളും എല്ലാം അതിനനുസരിച്ച് അനുവർത്തിക്കട്ടെ. ഏതായാലും നല്ല വാർത്തകൾ കേൾക്കുന്നതിന് വേണ്ടി കാതോർക്കുകയാണ്. ആൻമരിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ഒരു നാട് മുഴുവൻ ഒരുമിച്ച് നിന്നതാണ്. ഒരു നാടിന്റെ മുഴുവൻ പ്രാർത്ഥനയും ആൻമരിയ്ക്കൊപ്പമുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ തന്നെ ആൻമരിയ ജീവിതത്തിലേക്ക്, ഈ നാടിന്റെ മൊത്തം പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട ആൻമരിയ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ, അതിന് ആൻമരിയയ്ക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. ആൻമരിയ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആ ഒരു സന്തോഷം ആംബുലൻസ് ഡ്രൈവറും ആൻമരിയുടെ ബന്ധുവും പങ്കുവെക്കുന്നുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. കൊച്ചു വളരെ മോശം അവസ്ഥയിലായിരുന്നു. നിർബന്ധിക്കരുത് കൊച്ചിനെ കൊണ്ടുപോകാനായിട്ട്. ഇവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് ബന്ധപ്പെട്ടു. ഇവിടുന്ന് ബന്ധപ്പെട്ട് ആ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് അവിടെ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്തത്. അപ്പോൾ ഒരു സ്വല്പം ബെറ്ററായപ്പോൾ ഇവിടുന്ന് ഡയറക്ഷൻ കിട്ടി, കൊച്ചിനെ അവിടുന്ന് മൂവ് ചെയ്തോളാം. അപ്പോൾ തന്നെ ആംബുലൻസുകാർ വന്നു. പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ. കട്ടപ്പന തൊട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ലോഡിങ്ങുകാർ, പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ. ബൈക്കിൽ വരുന്ന കുട്ടികൾ, സ്റ്റുഡൻസ്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ. ഞങ്ങൾക്ക് പറഞ്ഞ കേരളത്തിൽ ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാഞ്ഞാറ് ചെറിയൊരു ബ്ലോക്ക് കിട്ടി. എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തും കാര്യങ്ങളെല്ലാം കൂടെ എല്ലാ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും പിന്നെ സഹായിച്ച കാരണം കൊണ്ട് ഇത്രയും പെട്ടെന്ന് മിഷൻ എത്തിക്കാൻ വേണ്ടി പറ്റി. അപ്പം ഞങ്ങൾ സാധാരണ അവിടുന്ന് കേസ് എടുക്കുന്ന കാരണം കൊണ്ടിട്ട് വലിയ ഇതായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല.
ദിനംപ്രതി എടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾ ഒരു മിഷനായിട്ട് കരുതിയില്ല, ഒരു പേഷ്യൻ്റ് ഇവിടെ കൊണ്ട് എത്തിക്കുക എന്നുള്ളൊരു കേസുമായിട്ട് മാത്രം കൊണ്ടിട്ട് എല്ലാവരും സഹകരിച്ചിരുന്നു. അത് ഒരിക്കലും മറക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കരമായിട്ട് സഹായിച്ചു. യെസ്, എംഎസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനീഷ, നമ്മുടെ നാടിന്റെ നന്മ അതാണ് കുറച്ചു മുൻപ് നമ്മൾ കണ്ടത്. കാരണം കേരളം ഒരാവശ്യം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നതാണ് കണ്ടത്. ട്രാഫിക് സിനിമയെ അനുസ്മരിപ്പിക്കുന്ന പോലുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഏറ്റവും സന്തോഷമുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ആൻമറി ഇപ്പോൾ സുരക്ഷിതയായി ആശുപത്രിയിലുണ്ട്. ആ കുട്ടി ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. ഒരു നാടിന്റെ പ്രാർത്ഥന മുഴുവൻ ആൻമരിക്കൊപ്പമുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയും പറഞ്ഞത്, അല്ലേ? തീർച്ചയായും ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നാട് ഉണരുന്നു, ഓരോരുത്തരും ഈ കൊച്ചു കുട്ടികൾ മുതൽ ഉദ്യോഗസ്ഥർ വരെ എങ്ങനെ ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഇന്ന് സ്കൂൾ പ്രവേശനോത്സവ ദിനമാണ്. നിരവധി കുട്ടികളുടെ രക്ഷകർത്താക്കൾ അടക്കമുള്ളവർ വഴിയിലുണ്ട്. നമുക്കറിയാം, ഈ കേരളത്തിലെ മറ്റിടങ്ങളിലെ പോലല്ല, ഇടുക്കിയിലെ പ്രത്യേകിച്ചും ഘാട്ട് റോഡാണ്, അതായത് വളവുകളും തിരിവുകളും നിറഞ്ഞ ഒരു വഴിയാണ്. ആ വഴി സ്ഥിരമായി വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ പോലും ഒരു കുറച്ചുകൂടി വലിയൊരു ദൗത്യമായിരുന്നു, ഇല്ലേ? എങ്ങനെയാണ് വാഹനത്തിന് പോലും പ്രതിസന്ധി വരുന്നൊരു തരത്തിലായിരുന്നില്ല നിങ്ങൾ പോകുമ്പോൾ കാര്യങ്ങളുണ്ടായിരുന്നു? അതെ, വാഹനത്തിന് പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആംബുലൻസ് ഡ്രൈവർമാരുടെയും പോലീസിൻ്റെയും സഹായത്തോടുകൂടി വഴി ക്ലിയർ ആക്കി തന്നു. അപ്പോൾ നമുക്ക് വളരെ സുഗമമായിട്ട് വരുവാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ള ബ്ലോക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും വളരെയധികം നമ്മളെ സഹായിച്ചു. ഈ വഴി ക്ലിയർ ആക്കി വണ്ടി വരുന്നതിന് ഒരിടത്തും നമുക്ക് കിടക്കേണ്ടതായിട്ടോ അങ്ങനെ വിട്ടുപോകേണ്ടതായിട്ടോ ഒന്നും ഉണ്ടായില്ല. അപ്പം കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ നമുക്ക് എത്തിച്ചേരുവാനിവിടെ സാധിച്ചു. 2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അമൃത ആശുപത്രിയിൽ പേഷ്യൻറ്റിനെ എത്തിക്കുവാൻ സാധിച്ചു. കൂടാതെ പേഷ്യൻറ്റിനെ ഉള്ള സമയത്ത് ആംബുലൻസിലാണെങ്കിൽ തന്നെ പേഷ്യൻ്റ് ആ സമയത്ത് സ്റ്റേബിളായിരുന്നു. പേഷ്യൻ്റ് ഇൻറ്റുബേറ്റഡ് ആയിരുന്നു. കൃത്രിമ ശ്വാസോച്ഛ്വാസം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പേഷ്യൻ്റെ BP കുറവായിരുന്നു, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കൂടുതലായിരുന്നു. ഇതിനുവേണ്ടിയുള്ള മെഡിസിൻസ് നമ്മൾ ആംബുലൻസിൽ തന്നെ സജ്ജീകരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വഴിയിലുടനീളം. അപ്പം അതിനിടയ്ക്ക് വരുന്ന വഴിക്ക് പേഷ്യൻറ്റിന് അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളോ അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളോ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഇവിടെ സുഗമമായിട്ട് സുരക്ഷിതമായിട്ട് എത്തിച്ചേരുവാൻ സാധിച്ചു. നിങ്ങൾക്കൊരു ഭയമുണ്ടായിരുന്നോ? കാരണം ഈ മർദ്ദവ്യതിയാനങ്ങളൊക്കെ വരും, മുകളിൽ നിന്നും താഴേക്കാണ്. കാരണം കട്ടപ്പനയിൽ നിന്നും ഉയർന്ന പ്രദേശത്തു നിന്നും തൊടുപുഴ പോലുള്ള താഴത്തെ പ്രദേശത്തേക്ക് എത്തുന്നു. ഈ ഒരു ദീർഘയാത്രയാണ് നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. ഒരു ആശങ്കയോ സമ്മർദ്ദമോ ഉണ്ടായിരുന്നു? നമുക്ക് ആ സമയം എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ജീവനായിരുന്നു. നമുക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്, അത് എങ്ങനെ ഏത് വിധേന എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടായിട്ട് നിന്നെന്ന് പറഞ്ഞാൽ പോലീസുകാർ, ആംബുലൻസ് ഡ്രൈവർമാർ, നമ്മുടെ അവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ ആംബുലൻസ് കൂട്ടായ്മയിലെ ആൾക്കാരും നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം അവിടുന്ന് ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ തൊട്ട് എനിക്ക് ഫോൺ താഴെ വെക്കാൻ പറ്റിയിട്ടില്ല, എവിടെ എത്തി ഏത് സ്ഥലത്തെത്തി, ഇങ്ങനെ പാസ് ചെയ്ത് പോരാനായിട്ടുള്ള ആ ഒരു സപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കാൻ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുമ്പം ഞങ്ങളുടെ ഇത് ബാങ്കിൻ്റെ വണ്ടിയാണ്, കട്ടപ്പന സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ബാങ്കിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ഞങ്ങൾ അതിശയിപ്പിച്ചു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് മുമ്പേ അവർ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കിയോ, വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞാൽ ആ ധൈര്യം കിട്ടിയപ്പോൾ നമുക്ക് പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ പോലീസുകാരുടെ സപ്പോർട്ട്, അതുപോലെ തന്നെ ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ സപ്പോർട്ട്, പിന്നെ നമുക്ക് വേറെ ഒരു വ്യത്യാസങ്ങളൊന്നും അല്ലെങ്കിൽ വളവോ തിരിവോ നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡിലില്ലായിരുന്നു. നമുക്ക് പിന്നെ കുട്ടീനെ എങ്ങനെയും ഇവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആൾ നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്തു. അതും പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇടയ്ക്കൊരു എന്നാ പറയുക, ഒരു ചഞ്ചലിപ്പം ഉണ്ടാകാതെ ആളുടെ ധൈര്യത്തിൽ ആൾ ഡ്രൈവ് ചെയ്തു. അതും നല്ലൊരു കാര്യം തന്നെയാണ്. മണിക്കുട്ട, സുബ്രഹ്മണ്യൻ എന്ന മണിക്കുട്ടൻ അല്ലേ? എന്ത് തോന്നുന്നു? ഇപ്പോൾ ആളുകളൊക്കെ വന്ന് ഷെയ്ക്കാൻഡായിരുന്നു, സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. മറക്കോ ഈ ദിവസം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ വേണ്ടി പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇത് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ, ഇപ്പം പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ആംബുലൻസ് സർവീസ് പോലും ഇപ്പം നിലനിന്ന് പോകുന്നവിടെ. അപ്പം എല്ലാവർക്കും കൂടെ ഉണ്ടാകുന്നവരെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ കെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും. ഇന്ന് തന്നെ രാവിലെ സെക്രട്ടറി, പ്രസിഡന്റ് അങ്ങനെ വന്നിട്ട് മറ്റേ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് ഇന്ന പോലെ ഒരു മിഷനുണ്ട്, അപ്പം വണ്ടി എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ സാറുമാരെ കാണുമ്പോഴത്തേക്കും ഒരു ധൈര്യം ഉണ്ടായിരുന്നു മനസ്സിൽ.
അപ്പോൾ അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷനറിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ പോലും മാറ്റി നിർത്താൻ വേണ്ടി പറ്റത്തില്ല. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ടയറൊക്കെ ചൂടായപ്പം ഒരു ആശങ്ക, ഈ ഇറക്കമാണ്. ഇറക്കത്തിൽ സ്വാഭാവികമായിട്ടും ട്രാവലർ ഓടിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും തന്നെ അറിയാം ഒത്തിരി ചവിട്ട് വരുമ്പോഴത്തേക്കും ഇത് ബ്രേക്കും കാര്യങ്ങളെല്ലാം കൂടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്നാലും കുഴപ്പമില്ലായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഈ മിഷൻ സക്സസ്ഫുള്ളാക്കി ഈ 4 പേർക്കും പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റിയത് തന്നെ. നിങ്ങൾ മിക്കവാറും ഈ കട്ടപ്പനയിൽ നിന്ന് തൊടുപുഴയിലേക്കുള്ള വരവ് മിക്കവാറും ഉണ്ടാവും അല്ലേ ഈ രോഗികളുമായി? ഞങ്ങൾ ഇതേ സമയം ഇന്നലെ ഒരു 11 മണി ആയപ്പോഴത്തേക്കും കേസെടുത്തിട്ട് ഇതേ ആശുപത്രിയിൽ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് പോയൊരു വ്യക്തിയാണ്. ഞങ്ങൾ കട്ടപ്പനയിൽ തന്നെ പുളിയമ്മലയിൽ ഒരു മരം വീണ ഒരു സാറുമായിട്ട് ഇന്നലെ ഇവിടെ വന്ന്, അപ്പം ഇവിടെ എന്തോ എടുക്കാൻ വേണ്ടി പറ്റത്തില്ലാത്തൊരവസ്ഥ വന്നപ്പോഴത്തേക്കും വേറൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുമായിരുന്നു. ഇന്നലെ ഇതേ സമയത്ത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ തോന്നി. ഇവിടെ മന്ത്രി അഭിനന്ദിച്ചു, വരുന്നവരൊക്കെ. അതെ 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 അതെ. എന്നാലും ഞങ്ങളുടെ എല്ലാവരും ഇതുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നുണ്ട്. നാട്ടിലെത്തിയിട്ട് അവിടുത്തെ സാറുമാരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണണം. ഇപ്പോൾ എല്ലാ സാറന്മാരും, അതായത് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരെ എല്ലാം തന്നെ ഞങ്ങൾ വിളിച്ചിരുന്നു, അഭിനന്ദിച്ചിരുന്നു. ഇനിയിപ്പം പെട്ടെന്ന് ബാങ്കിലോട്ടൊന്ന് ചെല്ലണമെന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും ധൈര്യമായി ഇത്തരം മിഷനുകൾ ചെയ്യാൻ. അതെ അതെ, ആത്മവിശ്വാസമുണ്ട്. എന്തായാലും മണിക്കുട്ടനെ ഈ ആശുപത്രിയിലെത്തുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ അഭിനന്ദിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഒപ്പം ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. തീർച്ചയായും മനീഷ, നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. നമ്മളോട് സംസാരിച്ച 4 പേരും ആത്മരിയയുടെ ജീവൻ എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് മുന്നോട്ട് കുതിച്ചു പാഞ്ഞവരാണ്. അവരുടെ ആ ഒരു ലക്ഷ്യം എന്തായാലും ആത്മരിയ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ. നമ്മൾ എന്തായാലും നല്ലൊരു ജനപ്രതിനിധിയെ ഇന്ന് കണ്ടു, ഒരുപാട് നന്മയുള്ള കുറെ മനുഷ്യരെയും കണ്ടു. വളരെ വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.